പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ പറയുന്ന മഹത്തായ ഭാഗ്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. യേശുവിൻ്റെ പ്രബോധനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ജനക്കൂട്ടത്തിൽ നിന്ന് ഉച്ചത്തിൽ യേശുവിനോട് വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. യേശു പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ദൈവവചനം ശ്രവിച്ച് അത് പാലിച്ച് വചനാനുസൃതമായി ജീവിക്കുന്നത് പോലെ ഇത്ര മഹത്തായ ഭാഗ്യം വേറെ ഇല്ലെന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. പരിശുദ്ധ മറിയത്തിന് യേശുവിൻ്റെ അമ്മയാകാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. എങ്കിലും അതിനേക്കാൾ വലിയ ഭാഗ്യമാണ് ദൈവവചനം കേട്ട് അത് പാലിക്കുക എന്നതാണ് യേശു പറയുന്നത്. എങ്ങനെയാണ് ശരിയായ വചനാനുസൃത ജീവിതം നാം നയിക്കേണ്ടത്? തിരുവചനം ശ്രദ്ധാപൂർവം ശ്രവിച്ച് അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥനാപൂർവം മനനം ചെയ്ത് അതുവഴി ലഭിക്കുന്ന സന്ദേശങ്ങളും ഉൾക്കാഴ്ചകളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കുക. ഇപ്രകാരം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയിൽ കുറച്ച് സമയമെങ്കിലും തൃപ്പാദത്തിലിരുന്ന് തിരുവചനം ധ്യാനിക്കുകയും ഈ വചന ചിന്തകളോടെ അനുദിന കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവരുടെ വാക്കുകൾ വചനമന്ത്രങ്ങളായി മാറും. അവർ ദൈവ ചൈതന്യത്താൽ നിറയും. അവരുടെ ദേഹം ദൈവത്തിൻ്റെ ആലയവും ഹൃദയം ദൈവം വസിക്കുന്ന സക്രാരിയും ദൈവത്തിൻ്റെ പറുദീസയുമായി മാറും. ഇങ്ങനെ വചനമനുസരിച്ച് ജീവിച്ച് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ദൈവജ്ഞാനത്തിൽ വളരുന്നതും ദൈവവുമായുള്ള സൗഹൃദത്തിൽ ദൈവത്തിൻ്റെ സ്നേഹിതരായി ജീവിക്കുന്നതുമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു. ജ്ഞാനം നേടുന്നവരും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണത്തെയും കാൾ ശ്രേഷ്ഠമാണ്. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എന്തെന്നാൽ ജ്ഞാനം സിദ്ധിച്ചവർ ദൈവവുമായി സൗഹൃദം നേടും. ജ്ഞാനം 7:14. ദൈവം എന്തിനേക്കാളുമുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനം 7:28. നാം ദൈവത്തെ തേടുന്ന വിവേകികളും ജ്ഞാനികളുമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന്, ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. സങ്കീർത്തനം 14:2, 53:2. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിനും അനുഗ്രഹമാണ്. കാരണം ജ്ഞാനം 6:24 പറയുന്നത് പോലെ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. ദൈവത്തെ അറിയുന്നവർ ആനന്ദത്തോടെ പറയും, ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ ആനന്ദത്തോടെ ജലം കോരിയെടുക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ദൈവത്തെ അറിയുന്നത് നിത്യജീവനാണെന്ന് യേശുതമ്പുരാൻ നമ്മോട് പറയുന്നു. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. ദൈവത്തെ അറിയുകയും അങ്ങിൽ ആശ്രയിക്കുകയും ശരണം വയ്ക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ചു പറയുന്നു. സങ്കീർത്തനം
34:8, 40:4, 84:12, 2:12. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് അർത്ഥമാക്കുന്നതും ദൈവത്തിലുള്ള ശരണവും ദൈവാശ്രയവുമുള്ളവർ ഭാഗ്യവാന്മാർ എന്നതാണല്ലോ. ദൈവത്തെ അറിയുകയും അങ്ങിൽ ആശ്രയിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, അങ്ങയെ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നതും എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരും അങ്ങയിൽ ശക്തി കണ്ടെത്തിയവരും ഭാഗ്യവാന്മാരാണ്. സങ്കീർത്തനം 84:4. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്തവരും ഭാഗ്യമുള്ളവരാണ്. സങ്കീർത്തനം 33:12, 144:15. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ തേടുന്നവരും ഭാഗ്യവാന്മാരാണ്. സങ്കീർത്തനം 119:2. കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരും ദൈവം തുണയായിട്ടുള്ളവരും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരും ഭാഗ്യമുള്ളവരാണ്. സങ്കീർത്തനം 144:15, 146:5. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവരും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവരും എത്ര വലിയ ഭാഗ്യമുള്ളവരാണ്. അവർ കർത്താവിനോട്, എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമെന്ന് ആനന്ദത്തോടെ പറയും. അവിടുന്ന് നമ്മെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും സംരക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നമ്മെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നമുക്ക് അഭയം നൽകും. അത്യുന്നതനിൽ വാസമുറപ്പിക്കുന്നവർക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല. സ്നേഹത്തിൽ തന്നോട് ഒട്ടി നിൽക്കുന്നവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കഷ്ടതകളിൽ അവിടുന്ന് നമ്മോട് ചേർന്ന് നിൽക്കും. അതിനാൽ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും നാം ഒരനർത്ഥവും ഭയപ്പെടേണ്ടതില്ല. ഇത്ര നല്ല ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നാം എന്തിനെ ഭയപ്പെടണം? സർവശക്തൻ തുണയായുള്ള നാം എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ദൈവത്തെ അടുത്തറിയാനും സ്നേഹിക്കാനും നാം പരിശ്രമിക്കണമെന്ന് മാത്രം. ഈ വലിയ നോമ്പുകാലത്ത് നിരന്തരമായ തിരുവചന ധ്യാനത്തിലൂടെ നമുക്കതിന് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.